സഹപ്രവർത്തകരെ, വേദനാജനകമായൊരു നിമിഷത്തിലാണ് നമ്മൾ കടന്നു പോണത്. അതായത് സത്യശീലൻ സാറ് ഇന്ന് വിടവാങ്ങുകയാണ്, വിരമിക്കുകയാണ്, ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ്. സാറെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, ഇവിടെ എല്ലാവർക്കും അറിയാം. സാറിൻ്റെ സ്വഭാവവും നമ്മളോടൊക്കെ പെരുമാറുന്ന രീതിയും ഒക്കെ കുറേ വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും ആസ്വദിക്കുകയാണ്. ശരിക്കും എന്നിൽ അർപ്പിച്ച കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യാനാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ കുറേ കോൺട്രാക്ടർമാർ വന്നിട്ടുണ്ട്, കുറേ നാളുകളായിട്ട് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിലുപരി ഇന്ന് സാറിൻ്റെ സഹധർമ്മിണി ഇവിടെ വന്നിട്ടുണ്ട്, മണ്ടോതിരി മാഡം. മാഡം ആദ്യമായിട്ടാണ് നമ്മുടെ ഓഫീസിൽ വരുന്നത്. നമ്മളെ ക്ഷണം സ്വീകരിച്ച് വന്നാണ്. മാഡത്തിന് പ്രത്യേകം സ്വാഗതം. ഒന്ന് കൈയടിക്കുക മാഡത്തിന് വേണ്ടി. ചടങ്ങിന് അധ്യക്ഷത വഹിക്കാൻ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുഗതൻ സാറെ ക്ഷണിക്കുക. സർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ സത്യശീലൻ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഇനിയിപ്പോൾ അയാൾ എത്ര വൃത്തികെട്ടവനായിക്കോട്ടെ, മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ച് നല്ലത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അയാൾ മരിച്ചില്ലല്ലോ, ആരെങ്കിലും കൊന്നോളൂ. പക്ഷെ സത്യശീലനെ കുറിച്ച് പറയുമ്പോൾ സത്യസന്ധനും നീതിമാനും കർമ്മോത്സുകനുമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഉയർന്ന മെറ്റീരിയൽസ് കൊണ്ട് ടെൻഡർ മെഷർമെന്റിൽ സ്വല്പം പോലും മാറ്റം വരുത്താതെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം. എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇനി ഇവിടെ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അടുത്ത വർഷം വിരമിക്കുന്ന രാഘവൻ സാർ, അദ്ദേഹവും സത്യശീലുമായിട്ടുള്ള ബന്ധം നമുക്കൊക്കെ അറിയാവുന്നതാണ്. യാത്രയപ്പിന്റെ ഭാഗമായി അദ്ദേഹം ഒരു ഗായകനാണെന്ന് നമുക്കൊക്കെ അറിയാം. ഈ അവസരത്തിന് അനുയോജ്യമായ ഒരു 4 വരി പാടാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കണം. നമ്മൾ ഈ വിഷമങ്ങളിൽ നിന്നൊക്കെ നിർത്താൻ വേണ്ടിയിട്ടാണ്. എഴുതി കൊണ്ടുവന്നല്ലേ ബൈക്കാട്ട് കൂലപ്പെടുകയും. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്ന്? ഇനിയൊരു വിശ്രമം. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്ന്? ഇനിയൊരു വിശ്രമം എവിടെ ചെന്ന്? മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടലവരെ, മനുഷ്യബന്ധങ്ങൾ. നാമത് ഈ വിഷമം പിടിച്ച സമയത്ത് എല്ലാവരും ഒന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് 4 വരി പാടാം. ഞാൻ പറഞ്ഞ സങ്കടപ്പാട്ട് പറഞ്ഞു. എന്തായാലും നന്നായി. അത്